A fraction simplified after adding 1 to its numerator becomes 1 by 3. അപ്പൊ ഇത്രയും വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഒരു ഫ്രാക്ഷനെ പറ്റിയാണ് ഈ കഥ അല്ലെ. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്റർ. അപ്പൊ നമുക്കൊരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറേറ്ററും ഉണ്ട് ഒരു ഡിനോമിനേറ്ററും ഉണ്ട്. നമുക്ക് എക്സ് ബൈ വൈ ആണ് ഫ്രാക്ഷൻ എന്ന് വിചാരിക്കാം. എക്സ് ബൈ വൈ. ഇനി ഇവർ പറഞ്ഞ കണ്ടീഷൻ എങ്ങനെയാ? ആഫ്റ്റർ ആഡിങ് 1 to its numerator. ന്യൂമറേറ്ററിൽ ഇപ്പൊ ഇരിക്കുന്നത് എക്സ് ആണ്, അവിടെ 1 ആഡ് ചെയ്തു അല്ലെ. ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1 by 3 എന്നാ. becomes 1 by 3. അപ്പോ ഈക്വൽ ടു 1 by 3 ആയെന്ന് അല്ലെ. അപ്പൊ ഡിനോമിനേറ്ററിന് ഒന്നും പറ്റിയിട്ടില്ല, അത് ഇപ്പോഴും വൈ തന്നെയാണ്. ഇതല്ലേ കണ്ടീഷൻ? സി a fraction simplified after adding 1 to its numerator becomes 1 by 3. അപ്പൊ ആ കണ്ടീഷൻ നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി ഇട്ടു. ഇനി if instead 1 is added to the denominator and then simplified. അപ്പൊ ഇതിന് പകരം എന്ത് ചെയ്യാണ്? 1 is added to the denominator എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യാണ്. എക്സിനെ മാറ്റുന്നില്ല, എക്സ് അവിടെ ന്യൂമറേറ്ററിൽ ഇരിപ്പുണ്ട്. ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്തപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടിയെന്നാ പറഞ്ഞത്? 1 by 4. സോ ഇവിടെ എനിക്ക് ഈക്വൽ ടു 1 by 4 എന്ന് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ നിന്നാണ് വാട്ട് ഇസ് ദ ഫ്രാക്ഷൻ എന്ന് ചോദിച്ചത്. അതായത് എക്സ് ബൈ വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. സോ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇതിപ്പം ഇരിക്കുന്നത് കണ്ടാൽ എക്സും വൈയും ഒക്കെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എല്ലാവരും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു പ്രോപ്പർ ഇക്വേഷൻ ആക്കാം. ഫസ്റ്റ് ഇവിടെ 3 ഉണ്ട് ഡിനോമിനേറ്ററിൽ അല്ലെ, ഈക്വൽ ടു സിമ്പിൾ ഉണ്ട് ഇടയ്ക്ക്. ഇവിടെ വൈ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറയും അല്ലെ. ഇവിടുത്തെ ഈ വൈനെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. അതുപോലെ ഇവിടെയുള്ള 3 ഇല്ലേ, ആ 3നെ എടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ടും കൊണ്ടുപോവാം. അപ്പൊ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു ഒറ്റ യൂണിറ്റ് ഒന്നിച്ചിരിക്കുന്നത് എക്സ് പ്ലസ് 1. അപ്പൊ ഈ 3 കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുവയ്ക്കുമ്പം ഇവിടെ ഡിവിഷൻ ആയിട്ടിരിക്കുന്ന 3 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലെ. ഇവിടത്തെ ഈ 3 കണ്ട ഡിനോമിനേറ്ററിലാണ്, അതായത് ഡിവിഷൻ ആണ് ഈ 3യുടെ ജോലി. അപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഈ 3 എന്ന് പറയുന്നത് ഈ എക്സിനും 1നും ഒരുപോലെ കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ വരും 3 into x plus 1 is equal to. മനസ്സിലായോ? ഈ 3 ഇവിടെ ഡിവിഷൻ ആയിരുന്നു ജോലി, അപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ആൻഡ് അപ്പുറത്തെന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഒന്നിച്ചായിരിക്കുന്നത്. അപ്പൊ 3 into x plus 1 എന്നായി. ഇനി വൈയോ, വൈ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ y into 1 വന്നല്ലേ, ഇവിടെ y. ഓക്കെ അല്ലേ. ഇനി നമ്മളിവിടെ ബ്രാക്കറ്റ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യണം. അപ്പൊ ഇവിടെ 3x plus 3 എന്ന് വരും അല്ലെ. 3 into x 3x plus 3 into 1 3 is equal to y എന്ന് വന്നു. ഇനി ഇതൊന്നും കൂടി റീഅറേഞ്ച് ചെയ്തെടുക്കാം. അതായത് എക്സും വൈയും ഒക്കെ ഒരു സൈഡിലാക്കി കൊണ്ടുവരാം. ഓക്കെ, ഈ y ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോഴോ അപ്പുറത്ത് y പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് വരുമ്പം മൈനസ് ആവും. 3x minus y ഈക്വൽ ടു അതായത് ആ 3നെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം അല്ലെ. ഇവിടെ പ്ലസ് 3 എന്നുള്ളയാൾ അപ്പുറത്തോട്ട് പോകുമ്പോഴോ -3 എന്നാവും. അപ്പൊ 3x minus y ഈക്വൽ ടു -3 ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനെ ഫോം മാറ്റി നോക്കാം. ഇവിടുന്ന് ഇതേപോലെ തന്നെ y പ്ലസ് 1 ആണ് കേട്ടോ ഡിനോമിനേറ്ററിൽ. y പ്ലസ് 1 ഒന്നിച്ചാണ് ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നത്. അവരെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അതുപോലെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡില് 4 ഡിനോമിനേറ്ററിലുണ്ട്, അവരെ എടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ടും കൊണ്ടുപോകാം. ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നയാളുടെ ജോലി ഡിവിഷൻ ആണ്. അപ്പുറത്തോട്ട് പോകുമ്പോഴോ നെക്സ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ 4 into x എന്നായി അല്ലെ. 4 ആണ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നത്. 4 into x is equal to 1 into y plus 1 ആവുന്നത് അല്ലെ. 1 into y plus 1. 1 into എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആണ് കിട്ടുന്നത്. അപ്പൊ 4x is equal to y plus 1 ആയി. ഇനി y എടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോ 4x minus y equal to 1. ഓക്കെ ആണോ? പോസിറ്റീവ് ആയിരുന്ന y ലെഫ്റ്റ് സൈഡിലോട്ട് വന്നപ്പോ മൈനസ് ആയി. ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. രണ്ട് ഇക്വേഷൻസ് നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ ഇവിടെയും -y ഉണ്ട്, ഇപ്പുറത്തും -y ഉണ്ട്. സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്ക് ഈ ഇക്വേഷൻ ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ആണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോ y രണ്ടുപേരുടെ അടുത്തും ഒരുപോലെയാണ്, -y ആയിട്ടായിരിക്കുന്നത്. അപ്പൊ അതങ്ങ് എലിമിനേറ്റ് ആയിപ്പോളും. സോ 2 - 1 ആണ് ചെയ്യുന്നത് കേട്ടോ.
സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പൊ 4x മൈനസ് 3x എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ബാക്കിയുണ്ട്. -5 മൈനസ് -5 അത് ക്യാൻസൽ ആയിപ്പോയി. പിന്നെയുള്ളതോ 1 മൈനസ് -3. 1 മൈനസ് -3 എന്ന് പറഞ്ഞാല് 1 + 3 ആവും. മൈനസ് മൈനസ് പ്ലസ് ആവും. 1 + 3 4. അപ്പൊ x is equal to 4 എന്ന് കിട്ടി. ഈ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, എക്സിന്റെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിലോട്ട് കൊണ്ട് കൊടുത്താൽ വൈയുടെ വാല്യൂവും കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ആ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എക്സിന്റെ പ്ലേസിലോട്ട് 4 എന്ന് കൊടുക്കാം. അപ്പൊ 3 × 4 മൈനസ് y ഈക്വൽ ടു -3 എന്ന് വന്നു. 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 മൈനസ് y ഈക്വൽ ടു -3. എനിക്ക് വേണ്ടത് y ആണ്. ഇവിടെ -y ആയിട്ടായിരിക്കുന്നത്. അപ്പൊ -y ഈക്വൽ ടു ഈ 12നെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാം അല്ലെ. 12നെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ പോസിറ്റീവായി. 12ന്റെ മുന്നിൽ പ്ലസ് സൈൻ ഉണ്ട്, എഴുതാത്തതല്ലേ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. -3 -12. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇയാളുടെ ശരിക്കുള്ള ജോലി 12 + -y ആയിരുന്നു, അഡീഷൻ ആയിരുന്നു ജോലി. അതുകൊണ്ടാണ് അപ്പുറത്തോട്ട് പോയപ്പോൾ സബ്ട്രാക്ഷൻ ആയത്. അപ്പൊ -y ഈക്വൽ ടു -3 -12 എന്നുള്ളത് -3 + -12 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഒരു മൈനസ് എന്നുള്ളത് എനിക്ക് പ്ലസ് മൈനസ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ -3 -12 രണ്ടുപേരെയും ആഡ് ചെയ്യുമ്പോൾ എത്രയാ, ഒരേ സൈൻ ഉള്ളവരെ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 3 + 12 15 എന്ന് വന്നു. -15 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 15 എന്ന് കിട്ടിയിട്ടുണ്ടോ. നെഗറ്റീവ് y ആയിരുന്നു, -15. അപ്പൊ y ഈക്വൽ ടു 15. അപ്പൊ x 4 y 15 ആണ്. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട്. x 4 y 15. 4/15 ആയിരുന്നു ആ ക്വസ്റ്റ്യനിൽ വന്ന ഫ്രാക്ഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.